ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർപ്പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കൊണ്ട് ബലികർമ്മങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇവിടെ ചന്ദ്ര. അപ്പോൾ ചന്ദ്ര രാവിലെ തന്നെ എണീക്കാനായിട്ട് പറയുകയാണ്. ശ്രുതിക്കാണെങ്കിൽ വേറൊരു നിവൃത്തിയില്ല. ശ്രുതി ഉടനെ തന്നെ കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയാ, അതേ ശ്രുതി പെട്ടെന്നൊന്ന് ഇറങ്ങിക്കണ്ടേ, പെട്ടെന്ന് തന്നെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ബലികർമ്മത്തിനുള്ള പൂജാരിയും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ബലികർമ്മത്തിന് വേണ്ടി നമ്മുടെ ശ്രുതി ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് വലിയ മൂടൊന്നുമില്ല. അപ്പോൾ രേവതി സച്ചിയോട് പറയുകയാണതേ, ശ്രുതിക്ക് നല്ല പണി തന്നെ കിട്ടിയല്ലേ സച്ചിയേട്ടാ, പിന്നെ അല്ലാതെ അത് മുട്ടൻ പണി തന്നെയാണ്. ഇതിനേക്കാളും കൂടുതൽ പണി എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും അങ്ങനെ പറയാം. അപ്പോൾ തിരുമേനി ചോദിക്കുകയാണ്, എന്താണ് അച്ഛൻ്റെ പേരും നാളൊക്കെ പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏതോ ഒരു പേര് പറയുക. പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയും ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിപ്പോയേ. എന്താ പറഞ്ഞത്? പീതാംബരൻ എന്നോ? ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോയി. അപ്പോൾ അയ്യോ അത് പിന്നെ അതെ ഞാൻ മറന്നുപോയി. അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അയ്യോ സോറി കേട്ടോ. അതെ എൻ്റെ അച്ഛൻ്റെ പേര് ഇന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ജയരാജാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും സച്ചി അവളെ ആദ്യം പറഞ്ഞതാ അവളുടെ അച്ഛൻ്റെ യഥാർത്ഥ പേര്, ഇപ്പോൾ അവൾ മാറ്റി പറയുകയാണ്. ശരി ശരി ആയിക്കോട്ടെ. അങ്ങനെ ബലികർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി കാക്കയ്ക്ക് ചോറ് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബലി ഇട്ട ഒരു ഇതായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുക. പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് കാക്കയെ വിളിക്കുക. കാക്കയെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒറ്റ കാക്ക വരുന്നില്ല. ഇത് കണ്ട് സച്ചിയാണേലും എങ്ങനെ വരാനാണ്? അച്ഛൻ മരച്ചിട്ടുണ്ടെങ്കിലല്ലേ കാക്ക വരുള്ളൂ, അച്ഛനുണ്ടെങ്കിലല്ലേ കാക്ക വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് ചന്ദ്രയും പറയുകയാണ്. അങ്ങനെ ശ്രുതി വീണ്ടും വീണ്ടും വിളിക്കണം. ആ ഒരു ചടങ്ങ് അവിടെ കഴിയുകയും ചെയ്യാണ്. അങ്ങനെ പൂജാരിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി നേരെ ഇങ്ങനെ ഈ വരാന്തയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ബലികർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരേതായ സമയങ്ങളും അതേപോലെ തന്നെ ഈ ഒരേ ഇതുകളും ഉണ്ട്. എത്ര ദിവസം ചെയ്യണം എന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ്. അല്ല നിങ്ങളുടെ മരുമകൾ എത്ര ദിവസം ബലികർമ്മം ഇടാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ചന്ദ്ര പറയുക, അതൊരു 13 ദിവസമാണ് തിരുമേനി എന്ന് പറയുമ്പോൾ രേവതി പറയാം, സച്ചിയേട്ടാ പറ സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ അതെ 40 ദിവസമാണ് ശരിക്കും കണക്ക്. 40 ദിവസം ബലിയിട്ടാൽ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. ഇത് കേട്ട ശ്രുതി പേടിച്ചു നോക്കണേ. 40 ദിവസമോ? അപ്പം തിരുമേനിയാണെങ്കിൽ അത് ഈ കുട്ടി പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ. 40 ദിവസം ബലികർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്മാവിന് നിത്യശാന്തി കിട്ടുമെന്നാ. പിന്നെ ആർക്കും ഒരു ഉപദ്രവമായിട്ട് ഇത് വരികയില്ല. അപ്പോൾ സച്ചിയാണെങ്കിൽ അത് ശരിയാ, ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ 40 ദിവസം കർമ്മങ്ങൾ ഇടാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കുവേ ഭർത്താവിന് ദോഷം, ഭർത്താവിൻ്റെ കാലൊടിഞ്ഞു പോകല്, വീട്ടിലാണെങ്കിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ച കുടുംബങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അയ്യോ അങ്ങനെയാണെങ്കിൽ തിരുമേനി നടക്കട്ടെ 40 ദിവസം തന്നെ ശ്രുതി ബലികർമ്മങ്ങൾ ചെയ്യും. ആൻറ്റി ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക, നിന്റെ അച്ഛന് നല്ലത് വരാൻ വേണ്ടിയല്ലേ, അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണം, അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് ഒരു തടസ്സവും നിൽക്കാനായിട്ട് പാടില്ല, പറഞ്ഞ് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അപ്പോൾ അവിടെ ഒരു 40 ദിവസത്തേക്ക് ബലികർമ്മങ്ങളുടെ ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ആ തിരുമേനി ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ വലിയൊരു കൂസലില്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചന്ദ്ര വിളിച്ചിട്ട് മോളെ നീ ഇങ്ങോട്ട് വന്നേ മോളെ. എൻ്റെ ദൈവമേ, എൻ്റെ മോള് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അച്ഛന് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ഇരിക്കാമല്ലോ. അപ്പം പിന്നെ എന്തിനാ മോളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എന്തെങ്കിലും ഇവൾക്കൊണ്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതായാലും പൗഡറേട്ടത്തേക്ക് വലിയ സ്നേഹമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനോട്. നീ പോടാ, അവൾക്ക് നല്ല സ്നേഹമുണ്ട്, ആത്മാർത്ഥ സ്നേഹമുണ്ട്. പിന്നെ എന്തുകൊണ്ട് മലേഷ്യയിലേക്ക് അച്ഛനെ കാണാൻ ഒരു നിമിഷം പോലും പോയില്ല? അങ്ങനെയൊക്കെ പോകണ്ടേ? അത് പിന്നെ പോകാൻ പറ്റുന്ന സാഹചര്യം ഇതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ പോകാൻ പറ്റാതിരുന്നത്. എങ്കിൽ പൗഡർ എടുത്തൊരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ ഫോട്ടോ എല്ലാം പൗഡർ എടുത്തിട്ട് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ കാലി വരുന്നുണ്ട്. ഇവൻ എന്നെ വിടുന്ന മട്ടില്ലല്ലോ, ഇവൻ എന്താ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്താ പൗഡർ എടുത്തൊന്നും മിണ്ടാത്തത്? അല്ല ഫോട്ടോസ് വല്ലതും കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് പിന്നെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല. അത് കൊള്ളാം,
അച്ഛനെ ഇത്രയും ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ അച്ഛൻ്റെ ഫോട്ടോ ഇല്ലെന്നോ? ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. ഞങ്ങൾ അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. അപ്പം അച്ഛൻ്റെ ഫോട്ടോ എങ്കിലും ഒന്ന് കാണണ്ടേ? രേവതി, നിന്റെ കയ്യിൽ നിന്റെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടോ? പിന്നെ അല്ലാതെ എൻ്റെ കയ്യിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. ആ, എൻ്റെ കയ്യിൽ മാത്രമല്ല, സച്ചിയേട്ടാ, നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ? എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയുടെ മുന്നിൽ 2 നേരം വിളക്ക് കത്തിക്കും എൻ്റെ അമ്മ. ആ, കണ്ടോ പറയുന്നത്? ഇതാണ് സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ പൗഡറേട്ടത്തിയുടെ കയ്യിൽ ഫോട്ടോ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ മോശം കാര്യമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അത് പറഞ്ഞാൽ ശരി തന്നെയാ, ഒരു ഫോട്ടോയെങ്കിലും വേണ്ടതാണല്ലോ. മോളെ, നിൻ്റെ കയ്യിൽ എന്താ ഫോട്ടോ ഒന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, എങ്കിലൊരു കാര്യം ചെയ്, ഫോട്ടോക്കെ ഏതായാലും അവരുടെ കയ്യിലുണ്ടാവുമല്ലോ. അച്ഛൻ്റെ ബന്ധുക്കൾ രണ്ടാനമ്മയില്ലേ, ശ്രുതി പൗഡറേട്ടത്തിയുടെ രണ്ടാനമ്മ, അവരുടെ കയ്യിലുണ്ടാവുമല്ലോ ഫോട്ടോ. എങ്കിലും അവരോട് മേടിക്കാനായിട്ട് പറ. ഇത് കേട്ട ചന്ദ്ര വീണ്ടും പറയണം, അത് ശരിയാണ്, അവരുടെ കയ്യിലുണ്ടാവല്ലോ. മോളെ ശ്രുതി, അവരുടെ കയ്യിൽ നിന്ന് ഫോട്ടോ അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടേ. ഇപ്പോഴേക്കും നമ്മുടെ രേവതിയോട് പറയാണ്, സച്ചിയേട്ടാ, ഈ ഇടയായിട്ട് സച്ചിയേട്ടൻ്റെ അമ്മയാണെങ്കിൽ അതെ എപ്പോഴും സച്ചിയേട്ടൻ പറയുന്നതിനൊക്കെ അത് ശരിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം സച്ചിയേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി വെച്ചിട്ടുണ്ട് സച്ചിയേട്ടൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ, ആണല്ലേ അമ്മേ, അങ്ങനെയാണെങ്കിൽ ഞാൻ പൗഡറേട്ടത്തിയെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉടനെ തന്നെ അത് ചെയ്യുമല്ലോ. എടാ, അതൊക്കെ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, അത് പിന്നെ ഞാനേ അവരായിട്ടൊന്നും വലിയ കൂട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അവരോട് സംസാരിക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവരെ വിളിക്കാനും പോകുന്നില്ല എന്ന് പറയാം. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്കേ പൗഡറേട്ടത്തിയുടെ ഇളയച്ചനുണ്ടല്ലോ, അപ്പോൾ ഇളയച്ചനെ വിളിച്ചാലോ? ഇളയച്ചൻ്റെ കയ്യിൽ ഫോട്ടോ കാണാതിരിക്കില്ല, ഉറപ്പായിട്ടും ഇളയച്ചൻ്റെ കയ്യിൽ ഫോട്ടോ കാണും. ശ്രുതി, പറഞ്ഞ സത്യം തന്നെയാ, ഇളയച്ചൻ്റെ കയ്യിൽ ഫോട്ടോ കാണും, നീ വിളിക്ക്. ദേ, അമ്മ വീണ്ടും ശരി വെച്ചു. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലേ എന്നും അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, നീ ഒന്ന് പോടാ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. അപ്പോൾ അത് പിന്നെ വിളിക്കണോ? അതിന് ഇളയച്ചനെ ഇപ്പം മലേഷ്യയിലല്ലല്ലോ, മംഗലാപുരത്തല്ലേ, അപ്പോൾ വിളിക്കണോ? എന്നാലും എന്താ, ഫോട്ടോ എവിടെയെങ്കിലും കാണുമല്ലോ, ഇളയച്ചനൊന്ന് വിളിക്കുന്നേ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ശ്രുതിയാണെങ്കിൽ ഇളയച്ചനെ വിളിക്കാനായിട്ട് ഒരുങ്ങാണ്. എടാ ശ്രുതി, പെട്ടെന്ന് പോയി പൗഡർ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് വാടാ. ഞാൻ ഇപ്പോഴത്തെ എടുത്തിട്ടുണ്ട്. എടാ, കാലൊടിയാതെ സൂക്ഷിക്കണേ. അപ്പോൾ ഈ ശ്രുതിയാണെങ്കിൽ ഫോൺ എടുക്കാനായിട്ട് ഓടുകയാണ്. ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം, എന്നാലേ മരിച്ച ആൾക്കാർക്ക് ആത്മശാന്തി കിട്ടുള്ളൂ. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണ്ടേ, അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഫോൺ എടുത്തുകൊണ്ട് വരികയാണ്. ഇനി വിളിക്ക്, ഇളയച്ചനെ പെട്ടെന്ന് വിളിക്ക് ഫോണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഫോൺ വിളിക്കുക. ഈ സമയം തന്നെ നമ്മുടെ ബീരാനിക്കയാണെങ്കിൽ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുക. വെട്ടി തൂക്കി ദേ കൊടുക്ക് ഞാൻ എന്ന രീതിയിൽ തന്നെയാണ് അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഇതാരാണ് ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഇളയച്ചൻ നേരെ ഫോണിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കോള കാണുന്നത്. അയ്യോ, ഈ കുരുത്തം കെട്ട പെണ്ണിന് എന്നെ ഇപ്പം വിളിക്കുന്നത്, ഇവളെ ഫോൺ എടുക്കണ്ട. ഫോൺ എടുത്തു കഴിഞ്ഞാലേ എന്തെങ്കിലും കുരുത്തക്കേട് പറയാനായിരിക്കും. ഇനി എനിക്ക് അതിലൊന്നും ചാടാനായിട്ട് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാതെ മാറുക. അപ്പോൾ ഇവരെല്ലാവരും കൂടി വീഡിയോ കോളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ, ഇളയച്ചൻ ഫോൺ എടുത്തില്ലേ? ഇല്ല ആൻറ്റി, ഇളയച്ചൻ ഫോൺ എടുത്തില്ല. അപ്പോൾ ശ്രുതി, എന്നാൽ ബിസി ആയിരിക്കും അല്ലേ? ബിസി ആയിരിക്കും, അതായിരിക്കും എടുക്കാത്തത്. എങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇളയച്ചനെ ഇപ്പോൾ വിളിക്കണ്ടെങ്കിലോ? ഇളയച്ചൻ ബിസി ആയിരിക്കും, അതുകൊണ്ട് ഫോൺ കട്ടാക്കാം അല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് ഫോൺ കട്ടാക്കുക. അപ്പോൾ അത് സച്ചിയാണെങ്കിലേ, അയ്യേ, അതെങ്ങനെ ഫോൺ കട്ടാക്കി ശരിയാവുന്നത്? ഒന്നും കൂടി വിളിക്കുന്നേ. ഒന്നും കൂടി വിളിച്ചു കഴിഞ്ഞാൽ ഇളയച്ചൻ ഉറപ്പായിട്ട് ഫോൺ എടുക്കും. വിളിക്ക്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ, അതേ മോളെ, ഒന്നും കൂടി ഒന്ന് വിളിക്ക്. രേവതി, കണ്ടോ, അമ്മ ഞാൻ പറയുന്നത് അമ്മ ശരിക്കും അനുസരിക്കുന്നുണ്ട്, ശരി വെക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വീണ്ടും ഇളയച്ചനെ വിളിക്കുക. അപ്പോൾ ഇയാൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ആ കോള് വരികയാണ്. ഇവളാണെങ്കിൽ എന്നെ വിടുന്ന മട്ടുമില്ലല്ലോ, ഇപ്പം എന്ത് ചെയ്യും? കോൾ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇനിയിപ്പോൾ ഇവള് വീട്ടിൽ നിന്നായിരിക്കും ഫോൺ വിളിക്കുന്നത്. ഏതായാലും ഈ ഗെറ്റപ്പൊക്കെ ഒന്ന് മാറ്റാം എന്ന് പറഞ്ഞ് ആ ഏപ്രിനൊക്കെ എടുത്ത് മാറ്റി മുടിയൊക്കെ ഒന്ന് സെറ്റപ്പാക്കി കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇങ്ങനെ പോയി എന്നിട്ട് കോൾ എടുക്കുകയാണ്. മോളെ ശ്രുതി, ഇളയച്ചാ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അയ്യോ, എല്ലാ കൂട്ടങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഗ്രില്ലിൻ്റെ അടുത്ത് പോയി, കോഴിയിട്ടേക്കണ ഗ്രില്ലിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ രേവതി ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, ഇതെന്താണിത്? ഇളയച്ചനോട്
ഇളയച്ച ഇളയച്ചൻ എന്താ ഇറച്ചി വെട്ട് കടയിൽ നിൽക്കുന്നത്? ഇത് കേട്ടാ ഈ ബിരിയാണിക്കാകെ പേടിച്ചു പോയി. ശ്രുതിയും പേടിച്ചങ്ങ് നിൽക്കുക. അതെ, ഞാനേ മട്ടൻ മേടിക്കാൻ വേണ്ടി വന്നാണ്. മട്ടനോ? മട്ടൻ മേടിക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ രേവതി കുറേ ആലോചിക്കുകയാണ്. ഇത് ദേ ഇവിടെയുള്ള ഇറച്ചി വെട്ടുകടയാണല്ലോ. അതിങ്ങനെ സ്ഥലവും പറഞ്ഞു കൊടുക്കുകയാണ്. രേവതി നിനക്ക് തോന്നിയിരിക്കുക. അല്ല, എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാ. ഞാനിവിടെ ഇറച്ചി മേടിക്കാൻ പോയിട്ടുണ്ടല്ലോ. സച്ചേട്ടൻ ഓർക്കുന്നില്ലേ? അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നാ ഇറച്ചി മേടിച്ചിട്ട് വന്ന്. രേവതി, എനിക്ക് ഓർമ്മയുണ്ട് രേവതി. ഈ കട തന്നെയാണ്. അതിന് ഈ കടയാണെന്ന് നിനക്ക് എന്താ ഉറപ്പ് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. അതേ ഗ്രില്ല്, അതേ പേര്, ദേ മുന്നിൽ ഗേറ്റും ഇല്ല. അപ്പം ആ കട തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിക്കാണെങ്കിൽ അയ്യോ അതെങ്ങനെ ശരിയാവും, ഞാൻ മംഗലാപുരത്തല്ലേ, അപ്പം മംഗലാപുരത്തുള്ള കടയാണിത്. എങ്കിലേ ആ ഇറച്ചി വെട്ടുകാരനെ കാണിച്ചേ. എടി മണ്ടി, ആ ഇറച്ചി വെട്ടുകാരനല്ലേ ഞാൻ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് ബിരിയാണിക്ക. എന്താ ഇറച്ചി വെട്ടുകാരനെ കാണിക്കാൻ? അപ്പം എനിക്ക് മനസ്സിലാവുമല്ലോ. അത് പിന്നെ ഇറച്ചി വെട്ടുകാരൻ ഇവിടെ ഇല്ല, ഇപ്പം വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയതാ. ഞാൻ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ രവിയാണെങ്കിൽ ഇതെന്തൊരു കടയേത്? ഇറച്ചി വെട്ടുകാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇയാളെ കട ഏൽപ്പിച്ചെന്നോ? വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും ചന്ദ്ര അതിൽ കയറി ഇടപെട്ടിട്ട് ഈ മണ്ടി പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. അപ്പോൾ രേവതി ഇപ്പം ഞാനായി മണ്ടി. മോളെ, നീ ചോദിക്കാനുള്ള കാര്യം ചോദിക്കേ. അത് പിന്നെ ഇളയച്ച അച്ഛൻ്റെ ഫോട്ടോ കയ്യിൽ ഇല്ലല്ലോ അല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി അതെന്തൊരു വർത്തമാനാ പറയുന്നത്? ഫോട്ടോ തരാനല്ലേ പറയേണ്ടത്, അല്ലാതെ ഫോട്ടോ കയ്യിലില്ലല്ലോ അല്ലേ എന്നൊക്കെ പറയുന്ന എന്തിനാ? അപ്പോൾ വീതം മാറ്റാനുള്ള പരിപാടിയാണല്ലേ? അപ്പോഴേക്കും ബിരിയാണിക്കൊക്കെ കാര്യം മനസ്സിലായി. അപ്പോൾ സച്ചി ചോദിക്കാണ്, ഇളയച്ചൻ്റെ കയ്യിൽ ശ്രുതിയുടെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അടിച്ചു തരാനായിട്ട് പറയാം. ഇത് കേട്ട് നമ്മുടെ ബിരിയാണിക്കാണെങ്കിൽ അതെ, എൻ്റെ ഫോണിൽ ചേട്ടൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫോട്ടോ മുഴുവൻ എൻ്റെ ഫോൺ കേടായി കഴിഞ്ഞപ്പോഴേക്കും ആ ഫോട്ടോ മുഴുവനും പോയെന്നും പറയാം. അത് ശരി, ഫോട്ടോ പോയെന്നോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു രണ്ടാനമ്മയുണ്ടല്ലോ മലേഷ്യയിൽ. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഫോട്ടോ കിട്ടില്ലേ? പിന്നെ കുറച്ച് ചിതാഭസ്മവും കൂടി വേണമെന്ന് പറയണം. ചിതാഭസ്മോ? ചിതാഭസ്മം. അതെ, ശ്രുതിയുടെ അച്ഛന് വേണ്ടിയുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണ്ടേ? അപ്പം അതിനു വേണ്ടി ചിതാഭസ്മവും ഫോട്ടോയും ഒക്കെ വേണം. എൻ്റെ ദൈവം, ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചിതാഭസ്മമൊക്കെ ഞാനിപ്പോൾ എവിടെ പോയി ഒപ്പിക്കാനാ? ഇപ്പം നിങ്ങൾക്ക് ചിതാഭസ്മം വേണോ അല്ലേ? ശരി, ഞാൻ ചിതാഭസ്മവും പിന്നെ ചേട്ടൻ്റെ ഫോട്ടോയും കൊണ്ടുവരാം, ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കിയാൽ പോരാ, ചെയ്യണം. ശരി, ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാം. ബീരാനിക്ക പെട്ടുപോയൊരവസ്ഥയിൽ ദൈവമേ, ഈ പെണ്ണിൻ്റെ കൂടെ കൂടിയപ്പോൾ മുതൽ എനിക്ക് കഷ്ടകാലമാണല്ലോ. ഓരോ ദിവസം കഴിയും തോറും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഏത് ഫോട്ടോ, ഏത് ചിതാഭസ്മം? സ്വന്തം അച്ഛനുണ്ടായാൽ മാത്രമല്ലേ ചിതാഭസ്മം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നും ആലോചിച്ച് തല പോയി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.